അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. പല പ്രധാന വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവതലമുറയെ വളരെയധികം ആകർഷിക്കുന്നതാണ്. കാരണം പാർട്ടിയുടെ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പല കാര്യങ്ങളിലൊക്കെ പലരും ശക്തമായിട്ട് അവരുടെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രീ സതീശൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ 8 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ 8 വർഷക്കാലവും ഞങ്ങൾ രണ്ടുപേരും പിൻബെഞ്ചുകാരായിരുന്നു. ഞങ്ങളെ പിൻബെഞ്ചിൽ ഇരുത്തിയത് പിന്നീട് പിൻബെഞ്ചിലായി. അത് ചരിത്രത്തിൻ്റെ ഭാഗം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് 2009-10 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായി ഒരു സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തിക മാന്ദ്യത്തിനെക്കുറിച്ച് ധനകാര്യമന്ത്രിയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തിയത് ശ്രീ വി ഡി സതീശനാണ്. സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ച് പറയല്ലാതെ നേരിട്ടൊരു സംഭാഷണം അങ്ങനെ ആരും നടത്താറില്ല. പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ കണക്ക് ഊർപ്പിച്ച കണക്കാണെന്ന് ശക്തമായി തെളിവ് സഹിതം അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ സ്ഥാപിച്ച വി ഡി സതീശന് പിന്നീടൊരു ക്യാബിനറ്റ് വന്ന സമയത്ത് ആ പരിഗണന കൊടുത്തില്ല എന്നത്, അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ ബാക്ക് ബെഞ്ചിൽ ഇരുത്തി എന്ന് പറയാൻ കാരണം. ഇത്രയും ഡിബേറ്റ് നടത്തി അന്നത്തെ UDF തിരിച്ചു വരാനുള്ള ശക്തമായൊരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയുണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത്. ഇനിയും പല പ്രമുഖ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിനൊരു ഗുണമുള്ളത്, ഏതായാലും ലീഡർഷിപ്പ് കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയവരാരും പൊങ്ങേണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോൾ താഴോട്ട് പതിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം. അപ്പോൾ അത് ഏതായാലും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന് ഇനി ഭാവി പ്രമോഷന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം നല്ലൊരു ഭാവി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രാസംഗികരുമുണ്ട്. അദ്ദേഹത്തിനും എനിക്കും ഇനിയും ചില പരിപാടികളൊക്കെ പങ്കെടുക്കേണ്ടതായതുകൊണ്ട് മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും MA ജോണിനെ പോലെ ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിയുടെ നാമധേയത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ തികച്ചും അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ അവാർഡ് കൊടുത്തു എന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി എനിക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ശ്രീ MA ജോണിൻ്റെ സ്മരണ എല്ലാ കാലത്തും നിലനിർത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ആദർശമുള്ള നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെന്ന് പുതിയ തലമുറയും മനസ്സിലാക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്ന കാര്യമാണ്. അധ്വാനത്തിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. റീൽസിനാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇറങ്ങി പ്രവർത്തിക്കാൻ പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കാലത്ത് റീൽസ് അല്ല, അധ്വാനമാണ് ഏറ്റവും വലുത് എന്ന് തെളിയിച്ചതുകൊണ്ടാണ് ഒരു ജില്ലാ കൗൺസിൽ അംഗം മാത്രമായി പാർലമെൻ്ററി രംഗത്ത് ചുരുങ്ങിപ്പോയെങ്കിലും MA ജോൺ എന്ന വ്യക്തിയെ ഇന്നും ഓർക്കുന്നതിൻ്റെ കാരണം അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. ഇപ്പോൾ വിയർപ്പിൻ്റെ ഫലം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും. ശ്രീ ജോണിന് ജീവിച്ചിരുന്ന കാലത്ത് കിട്ടിയില്ലെങ്കിലും അതിനുശേഷം ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് കിട്ടിയ പ്രതിഫലം എന്ന് ഞാൻ കണക്കാക്കുന്നു. ശ്രീ ജോണിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്രീ വി ഡി സതീശന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.